അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനതവക്കലു അലൈഹി നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. صدق الله مولانا العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي. അഭിവന്ദനായ സ്വാഗത പ്രസംഗകൻ തൊയ്യിബ് സാഹിബ്, ബഹുമാന്യനായ ഉസ്താദ് പൈങ്ങണ്ണിയൂർ ഖത്തീബ് അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, ബഹുമാന്യനായ അബുഹാജി, സദസ്സിലുള്ള ഒട്ടേറെ പ്രമുഖരായ നേതാക്കളെ, രക്ഷകർത്താക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സക്കാത്ത് എന്ന വിഷയ സംബന്ധമായാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. വളരെ വിപുലമായ ഈ വിഷയത്തിൻ്റെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളെ മാത്രം പറയാനേ നമുക്ക് ഈ ക്ലാസ് കൊണ്ടാവൂ. അതിൻ്റെ ആഴങ്ങളിലേക്ക് ചർച്ച ചെയ്തു പോകാനോ അതിൻ്റെ കർമ്മശാസ്ത്രപരമായ വിശകലനങ്ങളിലേക്ക് പോകാനോ സാധ്യമാകാത്ത വിധം പരിമിതമായ സമയവും പരിമിതമായ അർത്ഥത്തിലുള്ള സ്വഭാവവുമാണ് നമ്മുടെ ക്ലാസ്സിനുള്ളത്. എങ്കിലും സാമാന്യമായ വിശകലനങ്ങൾ നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയിൽ
ഒട്ടേറെ നിയമങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനമായതാണ് സക്കാത്ത്. കണിശമായ ഇസ്ലാമിക് ഇക്കോണമി, ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി സമൂഹത്തിൽ നിന്ന് അഴിമതിയെയും അതുപോലെ തന്നെ ഒരുപാട് അനാവശ്യമായ സാമ്പത്തിക അതിക്രമങ്ങളെയും മാറ്റി നിർത്തുകയും സമൂഹത്തിന്റെ ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യാൻ കഴിയും വിധം സാമ്പത്തിക ദുശ്ചൈതികളിൽ നിന്ന് സമൂഹത്തെ ശുദ്ധീകരിക്കാനും അതുവഴി സമൂഹത്തിൽ സന്തുലിതമായ ഒരു സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കാനുമാണ് ആഗ്രഹിക്കുന്നത്. സന്തുലിതം എന്ന പദമാണ് ഞാൻ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. സമത്വമല്ല ഇസ്ലാമിൻ്റെത്, സന്തുലിതത്വമാണ്. ഇസ്ലാം ആഗ്രഹിക്കുന്നത് ദരിദ്രനെ എപ്പോഴും ദരിദ്രനായി കാണണമെന്നല്ല, പക്ഷേ എല്ലാവരും മുതലാളിയാകുന്നു എന്നല്ല അതിനർത്ഥം. സമൂഹത്തിൽ ഒരിക്കലും ഈ സമത്വം എന്നത് സാധ്യമാകുന്ന ഒരു ഏർപ്പാടേ അല്ല. തൊഴിലാളി ഉണ്ടാകണം, മുതലാളി ഉണ്ടാകണം. ഈ സന്തുലിതത്വമാണ് ആവശ്യം. പ്രപഞ്ചത്തിന്റെ എല്ലാ അവസ്ഥയും അതാണ്. പ്രപഞ്ചം നിലനിൽക്കുന്നത് സന്തുലിത ബോധത്തിലാണ്, അല്ലാതെ സമത്വത്തിലല്ല. ഇത് ഇസ്ലാമിക പ്രകൃതിയാണ്. നിങ്ങൾ എവിടെ നോക്കിയാലും കാണാൻ സാധ്യമാകുന്നത് സന്തുലിതത്വമാണ്. കുടുംബത്തിൽ സന്തുലിതത്വം, കുടുംബത്തിൽ സമത്വമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ കുടുംബത്തിൽ സന്തുലിതത്വമുണ്ട്, പക്ഷെ സമത്വമില്ല. സമത്വം ഉണ്ടാകുന്നത് ശരിയുമല്ല. ആണും പെണ്ണും ഒരുപോലെയാകാനാവൂല. ആണിന്റെ കൈകാര്യത്ര ഭാവത്തിലും കൈകാര്യസ്ഥ ബോധത്തിലും പെണ്ണ് ആണിന്റെ ചിറകിൽ ഒളിക്കാൻ സാധ്യമാകുന്ന ഒരു അഭയത്തിന്റെ, ഒരു അത്താണിയുടെ ഒരു ബോധം നിലനിർത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുടുംബം ഉണ്ടാകുന്നത്. സ്ത്രീകൾക്ക് മേൽ പുരുഷന്മാർ കൈകാര്യകർത്തൃ അവകാശമുള്ളവരാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ സ്ത്രീയും പുരുഷനും ഒന്നല്ല, സ്ത്രീയും പുരുഷനും സമമല്ല. പ്രപഞ്ചത്തിന്റെ എല്ലാ വ്യവസ്ഥിതിയിലും, അള്ളാഹു ഒഴിച്ചാൽ പ്രാപഞ്ചികമായി നിൽക്കുന്ന എല്ലാ വ്യവസ്ഥിതിയിലും ഇത് കാണാം. വെള്ളം എന്നാൽ അതിന്റെ ഘടകം എടുത്താൽ H2O ആണ്, H2O2 അല്ല. 2 ഹൈഡ്രജൻ തന്മാത്രയും 2 ഓക്സിജൻ തന്മാത്രയും കൂടിയല്ല വെള്ളം ഉണ്ടാകുന്നത്. 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയും കൂടുമ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നത്. അവിടെ സമത്വമില്ല, സന്തുലിതത്വമുണ്ട്. 2 ഹൈഡ്രജൻ തന്മാത്രയും 2 ഓക്സിജൻ തന്മാത്രയും കൂടിയാൽ വെള്ളം ഉണ്ടാകില്ലായിരുന്നു. സമത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കില്ലായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള സന്തുലിതത്വത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം സക്കാത്ത് നിർബന്ധമാക്കിയത് സമൂഹത്തിന്റെ സാമൂഹിക നീതിയുടെ ഭാഗമായി സമത്വം സ്ഥാപിക്കാനല്ല. എന്റെ ഈ മുഖവരകൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. സമത്വം സ്ഥാപിക്കാനല്ല. ചില ആളുകൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്, ഇത് സമത്വസുന്ദരമായ ഒരു ലോകത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടിയുള്ള സ്വപ്നമാണെന്ന്. അല്ല. ഒന്ന്, സക്കാത്ത് അള്ളാഹു നിർബന്ധമാക്കി അവന്റെ ശറഇന്റെ തഅബ്ബുദിയായ ഒരു കാര്യമാണ്. ഇതിൽ നമ്മുടെ ന്യായങ്ങളും നമ്മുടെ ബോധങ്ങളും നമ്മുടെ യുക്തികളും ഒരിക്കലും അപ്ലൈബിൾ അല്ല. അതൊന്നും അതിൽ ചേർക്കാവുന്നതല്ല. നമ്മളല്ല ഇത് നിശ്ചയിച്ചത്, അള്ളാഹുവും അവന്റെ റസൂലും കാട്ടിത്തന്നതാണ്. എങ്ങനെ സക്കാത്ത് കൊടുക്കണമെന്നെടുത്തും, എങ്ങനെ സക്കാത്ത് പിരിക്കണമെന്നിടത്തും, എങ്ങനെ സക്കാത്തിന്റെ സ്വഭാവം ഉണ്ടാകണമെന്നിടത്തുമെല്ലാം അള്ളാഹുവും അവന്റെ റസൂലും എന്ത് മാർഗമാണോ നിർദ്ദേശിച്ചതെന്നത് അതിനപ്പുറത്തില്ല. പക്ഷേ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി എന്ന് പറയുന്നത് ചലനാത്മകമാണ്. അത് ചലനാത്മകമായി നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അത് സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യത്തെ പാടെ ഉന്മൂലനം ചെയ്യാൻ സാധ്യമാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയായി മാറിയത്. ചർച്ചിൽ
ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇഫ് ദ ഇസ്ലാമിക് എക്കോണമി സിസ്റ്റം is translated into practice by any country and all tenets of Islam and all its practical and social orders are established, such a country would be an abode of peace, prosperity and progress. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി അത് പ്രയോഗത്തിൽ വന്നാൽ, ഏതെങ്കിലും രാജ്യത്തിൽ പ്രയോഗത്തിൽ വന്നാൽ, ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെയും സാമൂഹിക നിയമങ്ങളുടെയും ഭാഗങ്ങൾ ഏതെങ്കിലും സമൂഹങ്ങൾ അതിന്റെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതികൾ പുലർത്താൻ തയ്യാറായാൽ, such a country would be an abode of peace. എന്നാൽ ആ നാട്, അങ്ങനെ ഒരു നാട് മദീന എന്ന നിലയിൽ ഖുലഫാഉർ റാഷിദിന്റെ കാലത്തുണ്ടായിരുന്നു എന്നതിനു ശേഷം പിന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നതിനു ശേഷം പിന്നെ പരിപൂർണാർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം നിലവിലുണ്ടായിരുന്നിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാനില്ല. അതിന്റെ ഗുണങ്ങളില്ലാത്തത് എന്നർത്ഥത്തിലല്ല, പരിപൂർണവും സമ്പൂർണവും ആയി ഇസ്ലാമിക സാമൂഹിക വ്യവസ്ഥിതി കാണാൻ കഴിയുന്നില്ല. പക്ഷെ ചർച്ചിൽ പറയുന്നു, അങ്ങനെ ഒരു സാമൂഹികാവസ്ഥ സൃഷ്ടിക്കപ്പെടുമായിരുന്നുവെങ്കിൽ ആ നാട്, such a country would be an abode of peace, prosperity and progress, സമാധാനത്തിന്റെയും ക്ഷേമത്തിന്റെയും അതോടൊപ്പം തന്നെ പുരോഗതിയുടെയും ഒരു തുരുത്തായി മാറുമായിരുന്നു ആ നാടെന്നാണ് ചർച്ചിൽ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത്, ഇവിടെ സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ച പോലെ, യമനിൽ നിന്ന് മുആദ് റളിയല്ലാഹു തആല സക്കാത്തിന്റെ ഏതാണ്ട് 1/3 മഹാനവറുകൾ വന്നു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചത്, യമനിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ വിട്ടതാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ, ഈ സക്കാത്ത് നിങ്ങൾ നികുതി പിരിച്ചു കൊണ്ടുവരുന്നതാണോ? ആളുകളുടെ നികുതി, ഇസ്ലാമിക രാഷ്ട്രത്തിനുള്ള നികുതിയാണോ അത്? ഇത് സക്കാത്താണ്. ഈ സക്കാത്ത് ആ നാട്ടിൽ തന്നെ വിതരണം ചെയ്യേണ്ടതിന് പകരം താങ്കൾ എന്തിനു കൊണ്ടുവന്നു എന്നായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ ചോദ്യത്തിന് മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി ഇതായിരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധനായ അമീറുൽ മുഅ്മിനീൻ ഖലീഫ അമീറുൽ മുഅ്മിനീനോട്, അമീറുൽ മുഅ്മിനീൻ, ഇത് ജനങ്ങളുടെ സക്കാത്ത്, അവിടെ അത് വാങ്ങാനില്ലാത്ത വിധം ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായതിനു ശേഷമുള്ളതിന്റെ ബാക്കിയാണ് എന്നായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹു. 2ാം വർഷവും അത് കൊണ്ടുവന്നു. 3ാമത്തെ വർഷം എല്ലാ സ്വത്തും, അതായത് സക്കാത്തായി അവിടെ നിന്ന് പിരിച്ചെടുത്ത മുഴുവൻ സ്വത്തുമായി മുആദ് റളിയല്ലാഹു തആല അൻഹു മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലെത്തി. അവിടെ ഒന്നും കൊടുക്കാനില്ല. അവിടെ ഒന്നും കൊടുക്കാനില്ലാതെ നേരെ അഷ്റഫുൽ ഖൽഖിന്റെ ഖലീഫയാകുന്ന അമീറുൽ മുഅ്മിനീന്റെ അടുക്കൽ വന്നിട്ട്, യമൻ മുഴുവനും ഇസ്ലാമിക സമൂഹത്തിന്റെ ദാരിദ്ര്യ നിർമാർജനത്തിന് സക്കാത്ത് ഹേതുകമായി എന്നായിരുന്നു മഹാനായ അമീറുൽ മുഅ്മിനീനോട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ മുആദ് റളിയല്ലാഹു തആല. അപ്പോൾ ഒരു സമൂഹം സക്കാത്ത് കൊടുത്ത് ശരിയായ അർത്ഥത്തിലായി കഴിഞ്ഞാൽ തീർച്ചയായും അതിന് മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം ഇതൊരു കേന്ദ്രീകൃത സ്വഭാവത്തിൽ നിലനിൽക്കാൻ സക്കാത്തിനെ, സമ്പത്തിനെ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. ما فاء الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم ما أفاء الله على رسوله. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ഫൈഉ സ്വത്തായി കിട്ടുന്നത്, യുദ്ധത്തിൽ ആളുകൾ ഇട്ടേച്ചു പോകുന്ന സ്വത്തുക്കൾ, ഗനീമത്ത് മുതലുകൾക്ക് ശേഷം പിന്നെ ആളുകളിൽ നിന്ന് അവർ ഉപേക്ഷിച്ച് ശത്രുക്കൾ മാറ്റിവെച്ച സ്വത്തുക്കൾ, അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വത്തുക്കൾ, ഈ ഫൈഉ സ്വത്ത് അത് ആർക്കൊക്കെ വിതരണം ചെയ്യണം എന്നതിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫലില്ലാഹ്,
ഒന്ന് അള്ളാഹുവിന്, അതായത് പൊതുഖജനാവിന്, വലിർ റസൂലി, പിന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലിന്. കാരണം അള്ളാഹുവിന്റെ റസൂലിന് സക്കാത്തില്ല. ഇൻഷാ അല്ലാഹ് പറയാം. സക്കാത്ത് അള്ളാഹുവിന്റെ റസൂലിനോ അഹ്ലുൽ ബൈത്തിനോ ഇല്ല. കാരണം ഇന്നമാ ഹിയ ഔസാഖുൻ നാസ്, ഇത് ജനങ്ങളുടെ വസ്ഖാണ് എന്നാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ സ്വത്തിന്റെ അഴുക്കാണ്. ആ അഴുക്ക് ലാ യഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദ്. ആ അഴുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനും മുഹമ്മദ് റസൂലിനുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖിന് ഹദിയ ഉണ്ടാകാം, ഉപഹാരങ്ങൾ സമർപ്പിക്കാം. നേർച്ച, സക്കാത്ത് പോലെയുള്ളത് പാടില്ല എന്നാണ് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ പറയുന്നത്. അഷ്റഫുൽ ഖൽഖിന് എന്ന് പറയുമ്പോൾ അവിടുത്തെ പരിശുദ്ധ കുടുംബത്തിലെ അവിടുന്ന് ആ പരിശുദ്ധ പാരമ്പര്യത്തിൽ വന്നവർക്ക്, അതായത് സാദാത്യങ്ങൾക്ക് സക്കാത്തില്ല. സയ്യിദുമാർക്ക് സക്കാത്ത് കൊടുക്കണ്ട, ഹാഷിമി കുടുംബത്തിന് സക്കാത്ത് കൊടുക്കണ്ട, സത്യനിഷേധികളായ ആളുകൾക്ക് സക്കാത്ത് കൊടുക്കണ്ട. അതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖിന്റെ കുടുംബത്തിനും സക്കാത്ത് കൊടുക്കണ്ട. സത്യനിഷേധിക്ക് ഇസ്ലാമികമല്ല എന്നതുകൊണ്ട് സക്കാത്ത് കൊടുക്കണ്ട. ഇതിന് അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്നതുകൊണ്ടും കൊടുക്കണ്ട. വല്ലാതെ താഴ്ന്നാലും കൊടുക്കണ്ട, വല്ലാതെ ഉയർന്നാലും കൊടുക്കണ്ട. അങ്ങനെയല്ല മനസ്സിലാവുന്നത്? അഷ്റഫുൽ ഖൽഖിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിന് കൊടുക്കാൻ പറ്റാത്തത്, നബി തിരുമേനിയുടെ കുടുംബം ഏറ്റവും പവിത്രമാണ്, പരിശുദ്ധമാണ്. അങ്ങനെയുണ്ട്, ഏതായാലും അങ്ങനെയുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ മുഹമ്മദ് റസൂലിന്റെ കുടുംബം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനിക്കപ്പെടുന്നത് പോലെ ഒരു കുടുംബവും മാനിക്കപ്പെടില്ല. അത് ഹബീബിന്റെ കുടുംബമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ ഉമ്മത്തിന് മാത്രമല്ല, ലോകത്തിന് മുഴുവനും റഹ്മത്തായി വന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്. ആ കുടുംബത്തിലൊരു കുഞ്ഞ്, ആ കുടുംബത്തിൽ നിന്നൊരു കുഞ്ഞ് കടന്നു വന്നാൽ സമൂഹം ആദരവോടെ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പഠിപ്പിക്കപ്പെടുന്നത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹുബ്ബ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറാ, ചില നാടുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ മേൽ ഫൈആയി കൊണ്ടുവന്നത് ഫലില്ലാഹി വലി റസൂലിഹി വലിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീനി വബിനിസ് സബീൽ. അത് അല്ലാഹുവിനും അവന്റെ റസൂലിനും, അതായത് ബൈത്തുൽ മാലിനും പിന്നെ റസൂലിനും പിന്നെ അടുത്ത കുടുംബക്കാർക്കും പിന്നെ യതീമുകൾക്കും മിസ്കീന്മാർക്കും അതുപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ അനുവദനീയമായ അർത്ഥത്തിലുള്ള യാത്ര ചെയ്യുന്ന വിഭാഗം ആളുകൾക്ക്, യാത്രക്കാർക്കുമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലികൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും. അത് നിങ്ങൾക്കിടയിലെ പ്രമാണിമാരായ ധനികർക്കിടയിൽ മാത്രമേ ഈ സമ്പത്ത് കടന്ന് കറങ്ങാതിരിക്കാൻ വേണ്ടി. വിഷയം അവിടെയാണ് എന്റേത്. സ്വത്തിനെ കുറിച്ചുള്ള ചർച്ചയല്ല ഇത്. പക്ഷേ സമ്പത്തിന്റെ സ്വഭാവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ളത്, ആ സമ്പത്ത് ധനികർക്കിടയിൽ കറങ്ങാൻ പാടില്ല. ഇന്ന് ഇത് കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് പോകുന്നു. ലോകത്തിന്റെ സമ്പത്ത് ഏതാണ്ട് ലോകത്തിന്റെ 4/1 പോലും ഇല്ലാത്തൊരു വിഭാഗത്തിന്റെ കയ്യിൽ പെട്ടുപോയിരിക്കുന്നു. വളരെ ന്യൂനപക്ഷമായ ഒരു സമൂഹത്തിന്റെ കയ്യിൽ ഇന്ന് സമ്പത്ത് കേന്ദ്രീകൃതമാണ്. ഗ്ലോബലൈസേഷൻ മുഖേന സമ്പത്ത് എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകളുടെ മാത്രം കുത്തകയായി മാറുന്നു. അള്ളാഹു പറയുന്നു, അങ്ങനെ പണക്കാർക്കിടയിൽ കറങ്ങേണ്ടതല്ല സ്വത്ത്, അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തുകൾ കൊടുക്കേണ്ടത് സഫീഹുകൾക്ക് കൊടുക്കരുത്, കാരണം അത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണെന്ന് വിശുദ്ധ ഖുർആൻ. വലാ തുസ്ഫഹാ അംവാലകും അല്ലതീ ജഅലല്ലാഹു ലകും ഖിയാമാ. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തുകൾ സഫീഹിന് കൊടുക്കരുത്. അനാഥനായ ബാലൻ അവൻ വളർന്നു വന്നിട്ട് റഷീദാകാതെ അവന് കൊടുക്കരുത്. അവൻ പക്വമതിയായി സമ്പത്ത് ചെലവഴിക്കുന്നോടത്ത് അമിതത്വം കാട്ടാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തിയാൽ മാത്രമാണ് നിങ്ങളത് കൊടുക്കേണ്ടത്. വലാ തുഅ്തു അംവാലകും സുഫഹാ അല്ലതീ ജഅലല്ലാഹു ലകും ഖിയാമാ.
അത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാകുന്നു. നിങ്ങൾക്ക് അല്ലാഹു അത് ഖിയാമാക്കി തന്നതാണ്, നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി തന്നതാണ്. അതുകൊണ്ട് അനാവശ്യമായി അത് ദൂർത്തടിച്ചു പോകരുത്. അത് നിങ്ങളുടെ പണക്കാർക്കിടയിൽ കറങ്ങരുത്. പണക്കാര് വേണ്ട എന്നല്ല ഖുർആൻ പറഞ്ഞത്. പണക്കാരിൽ മാത്രമായി അത് കേന്ദ്രീകരിക്കപ്പെടരുത്. അത് ഇങ്ങനെ ഒഴുകണം. അത് സമ്പന്നരിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയും അങ്ങനെ ഒരു സാമൂഹിക സംജാതമാവുകയും ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. നിങ്ങളിലെ സമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി അത് കറങ്ങാതിരിക്കാൻ വേണ്ടി, അത് കറങ്ങാതിരിക്കാൻ. അപ്പോ ഈ സമ്പത്ത് അത് ഒഴുകേണ്ടതുണ്ട്. ആ ഒഴുക്ക് അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് ഒഴുകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ നിർബന്ധമായ അർത്ഥത്തിലുള്ള ചെലവഴിക്കലുണ്ട്, അതോടൊപ്പം തന്നെ ഐച്ഛികമായി വരാവുന്ന അർത്ഥത്തിലുള്ള ചെലവഴിക്കലുണ്ട്, സുന്നത്തായ അർത്ഥത്തിലുള്ള സ്വതക്കകളുണ്ട്. നിർബന്ധമായി നിൽക്കുന്ന സക്കാത്ത് ഉണ്ട് എന്നതിനോടൊപ്പം തന്നെ നിർബന്ധമായി വരുന്ന സത്യവിശ്വാസികളായ പണക്കാർക്ക് സമൂഹ ബാധ്യത എന്നതിൽ നിർബന്ധമായി വരുന്ന ഒരുപാട് ബാധ്യതകളുണ്ട്. മുസ്ലിം സമൂഹത്തിൽ നിന്നൊരു പാവപ്പെട്ട മനുഷ്യന് തന്റെ മയ്യത്ത് പരിപാലനത്തിന് സാധ്യമാകാത്തൊരവസ്ഥ സംജാതമായാൽ ഉമ്മത്തിലെ പണക്കാരൻ അത് ഏറ്റെടുക്കണം. സമൂഹത്തിലെ ദരിദ്രന് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയിൽ ഉണ്ടായി തീർന്നാൽ അവിടെ സമ്പത്ത് ഉള്ള സമ്പന്നൻ അത് ഏറ്റെടുക്കണം. അവന്റെ മേൽ നിർബന്ധമായി തീരുന്നു, സാമൂഹിക ബാധ്യതയായി മാറുന്നു. ഐച്ഛികമായുള്ള വിഷയങ്ങൾ ഒരുപാട്. ഇത് ഈ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇൻഫാഖ് എന്ന് പറയുന്നത് കൊണ്ട് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കൽ മുഖേന സമ്പത്ത് അധികരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. സമ്പത്ത് അധികരിക്കുന്നു. നിങ്ങൾക്ക് പിശാച് ചെയ്തു തരുന്നത് നിങ്ങളോടത് കൊടുക്കരുതെന്ന് പറയലാണ്. അതുവഴി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളോട് പിശാച് വാഗ്ദാനം ചെയ്യുന്നത് ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം. അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫളൻ വല്ലാഹു വാസിഉൻ അലീം. അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖറ, പിശാച് നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് ദാരിദ്ര്യമാണ്. നിങ്ങൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിശാച് ചെയ്യുന്നത് ദാരിദ്ര്യമാണെന്ന് വിശുദ്ധ ഖുർആൻ. കൊടുത്തിട്ടാണ് ദാരിദ്ര്യം ഇല്ലാതാക്കേണ്ടത്. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ, പിശാച് നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് ദാരിദ്ര്യവും അതോടൊപ്പം തന്നെ നിങ്ങളോട് ഏറ്റവും മോശമായ പ്രവർത്തനങ്ങളുമാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നത്. ഫഹ്ശാ, വ്യഭിചാരം ഉൾപ്പെടെയുള്ളതിനാണ് ഫഹ്ശാ എന്ന് പറയേണ്ടത്. അത്തരത്തിലുള്ള വളരെ മോശമായതാണ് പിശാച് നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത്. അല്ലാഹുവോ വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻ വഫളൻ വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് മഗ്ഫിറതൻ മിൻഹു, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മഗ്ഫിറത്താണ്, പാപമോചനം. വഫളൻ, ഔദാര്യവുമാണ്. അല്ലാഹു നിങ്ങൾക്ക് ഔദാര്യം എത്തിത്തരുന്നു. അല്ലാഹു നമുക്കൊക്കെ ഫദ്ല് തരട്ടെ. ഇത് കൊടുക്കാൻ പറഞ്ഞോടത്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. കൊടുക്കാൻ പറഞ്ഞോടത്ത്, സമ്പത്തിനെ കൊടുക്കാൻ പറഞ്ഞോടത്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവഴി നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് മഗ്ഫിറത്തും അതുപോലെ തന്നെ ഫദ്ലുമാണ്. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വാസിആണ്, വിശാലമായി ചെയ്യുന്നവനാണ്. അലീമാണ്, അവൻ കാര്യമായി അറിയുന്നവനാണ്. മാത്രല്ല അങ്ങനെ കൊടുക്കാനുള്ള ബോധത്തെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതോ യുത്തിൽ ഹിക്മത മൻ യശാ വമൻ യുതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കതീറാ. കൊടുക്കാൻ പറഞ്ഞോടത്താണ് ഹിക്മത്ത് പറഞ്ഞത്. പ്രകാശം ഉള്ളിലുണ്ടെങ്കിലേ ഹിക്മത്ത് ഉണ്ടാവൂ, അപ്പോഴേ അവൻ കൊടുക്കൂ. യുത്തിൽ ഹിക്മത മൻ യശാ, ഇങ്ങനെ കൊടുക്കുന്നവന് അല്ലാഹു നൽകുന്നത് ഹിക്മത്താണ്, തത്വജ്ഞാനമാണ്, തത്വജ്ഞാനമാണ്. വമൻ യുതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കതീറാ. കൊടുക്കാൻ തയ്യാറായാൽ, ഈ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായും മനസ്സ് അവിടെയാകും. അങ്ങനെയാണ് ഫുഖഹാ, മഹാരഥന്മാരായ പിന്നെ സൂഫികൾ, മഹാരഥന്മാരായ തസൗഫിന്റെ ഉലമാ പറയുന്നത്. കയ്യിലുള്ള സമ്പത്ത് ഡെപ്പോസിറ്റ് ചെയ്താൽ പിന്നെ ആ ബാങ്കിനെ കുറിച്ച് ആലോചിക്കാതെ പറ്റുമോ?
സ്വിസ് ബാങ്ക് തകരുന്നു എന്ന് കേൾക്കുമ്പോ ഇടങ്ങേറാവുന്ന എത്ര ആൾക്കാരുണ്ട്? അമേരിക്കയിൽ കുറെ ബാങ്കുകൾ തകരുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും പേടിക്കുന്ന ആൾക്കാർ എത്ര ഉണ്ടാകും? തന്റെ മനസ്സവിടെയാണ്. എന്നാൽ അള്ളാഹുവിൽ നിക്ഷേപിച്ച ഡിപ്പോസിറ്റ് ഉണ്ടല്ലോ, ആ ഡിപ്പോസിറ്റ് അള്ളാഹുവിൽ മനസ്സുടക്കാൻ കാരണമാകും. അള്ളാഹ്ക്ക് കൊടുത്താൽ അള്ളാഹുവിന്റെ ചിന്തയിൽ പടച്ച തമ്പുരാന്റെ തൃപ്തിയിലേക്ക് മനസ്സ് പോകാൻ അത് കാരണമായി തീരും. അപ്പോ അവനിൽ ഉണ്ടാകുന്നത് ഹിക്മത്താണ്. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ ഹിക്മത്ത് നൽകും. കൊടുത്തോളൂ. കാരണം ആ ഹിക്മത്ത് കിട്ടിയവന് ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എത്രയെന്ന് പടച്ചു പറഞ്ഞില്ല, ഒരുപാട് ധാരാളമായിട്ട് നൽകും. അതായത് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചാൽ ആ സമ്പത്ത് മുഖേന അവനുണ്ടാകുന്ന ഹിക്മത്ത് വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഒരുപാട് കൊടുക്കും. കൊടുക്കാതിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? കൊടുത്തിട്ട് തന്നെയാണ് വളരേണ്ടത്. കാരണം അവന് കിട്ടുന്നത് മനസ്സിന്റെ സന്തോഷാണ്. ഇവൻ ഈ സമ്പത്ത് വച്ചിരുന്നാലോ മനസ്സിന്റെ ഇടങ്ങേറും ബുദ്ധിമുട്ടും അവന് കൂടും. വൈലുല്ലിൽ ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദ അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദ. എന്താ പറഞ്ഞത്? വൈലുല്ലിൽ ഹുമസത്തിനിൽ ലുമസ. അവിടെ മുഫസ്സിരീങ്ങൾ പറഞ്ഞു തരുന്ന മറ്റൊരർത്ഥം, വ്യാപാരത്തിനും കച്ചവടത്തിനൊക്കെ വേണ്ടി ചെയ്യുന്ന പാരപണിയുണ്ടല്ലോ, സഹോദരനെതിരെ അവൻ ശരിയല്ലെന്ന് പറഞ്ഞ് തന്റെ കച്ചവടത്തിന് വേണ്ടി മറ്റുള്ളവനെതിരെ പാരപണിതിട്ടുണ്ടാകുന്ന ആ അർത്ഥത്തിലുള്ള പരദൂഷണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവർക്ക് നാശം. അങ്ങനെ മറ്റുള്ളവർക്കെതിരെ പരദൂഷണം പറയുന്നവന് നാശം. എന്താ അവന്റെ കുഴപ്പം? അവൻ അല്ലദീ യഹ്സബു അന്ന മാലഹു അഖ്ലദ. അവന്റെ കാശ് ഇങ്ങനെ എണ്ണി വെച്ചിട്ട് ചിന്തിക്കുന്നു ഈ സമ്പത്ത് അവനെ എപ്പോഴും രക്ഷപ്പെടുത്തുമെന്ന്. രക്ഷപ്പെടുത്തിയോ? എന്തേ? ക്യാപിറ്റലിസം തകർന്നു. ക്യാപിറ്റലിസത്തിന്റെ തകർച്ചയുടെ മുമ്പിലാണ് ഈ നൂറ്റാണ്ട്, 21-ാം നൂറ്റാണ്ട്. 20-ാം നൂറ്റാണ്ട് കമ്മ്യൂണിസത്തിന്റെ തകർച്ച കണ്ടു. 21-ാം നൂറ്റാണ്ട് ഇതാ ക്യാപിറ്റലിസം പുതിയ മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ പരിഹാരമാണെന്ന് പറഞ്ഞു വന്നിട്ട് ഗ്ലോബലൈസേഷനും അതോടൊപ്പം തന്നെയുള്ള സത്യത്തിൽ ഉണ്ടാക്കി തീർത്ത സാമ്രാജ്യത്തെ ദുരയുമെല്ലാം അവസാനിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകളാണ് നമ്മൾ കാണുന്നത്. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തകരാൻ പോകുകയാണ്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകരാൻ പോകുകയാണ്. അമേരിക്ക എന്ന കാറൂൻ തകരാൻ പോകാണ്. അമേരിക്ക എന്ന കാറൂൻ തകരുകയാണ്. അമേരിക്ക എന്ന കാറൂൻ, ആ കാറൂന്റെ ആഡംബരങ്ങളുടെ മുമ്പിൽ നിന്ന് അമേരിക്കയാണ് ഏറ്റവും നല്ല, ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ പരിഹാരകൻ എന്ന് പറഞ്ഞവർക്ക് ചിന്തിക്കാം, മാറി ചിന്തിക്കാം. അമേരിക്ക എന്ന് പറയുന്ന കാറൂൻ തകരുകയാണ്. ഇന്നമാ ഊതീതു അലാ ഇൽമിൻ ഇൻദി, ഇതെല്ലാം എനിക്ക് കിട്ടിയത് എന്റെ വിജ്ഞാനമാണ്, എന്റെ ടെക്നോളജിയാണ് എന്ന് പറഞ്ഞ അമേരിക്കൻ കാറൂൻ തകരാണ്. ഒരു കാറൂനും ലോകത്ത് ആത്യന്തികമായി നിലനിൽക്കാനാവൂല. അമേരിക്കൻ കാറൂൻ തകരുകയാണ്. അള്ളാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ. ഈ ഉമ്മത്തിന്റെ നിരന്തരമായ അർദ്ധരാത്രികളിലെ പ്രാർത്ഥന, പാവപ്പെട്ട പിഞ്ചോമന മക്കൾ ചോര പൊടിഞ്ഞ് പൊട്ടിച്ചുതിരി മരിക്കുന്നതിന്റെ മുമ്പിൽ ഉമ്മമാരുടെ പ്രാർത്ഥനയായിരിക്കാം അമേരിക്കൻ കാറൂന്റെ തകർച്ചയുടെ കാരണമെങ്കിൽ അള്ളാഹുവേ ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ, ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ. ഇന്നമാ ഉതീതു അലാ ഇൽമിൻ ഇൻദി, ഇതെല്ലാം എന്റെ ടെക്നോളജിയാണെന്ന് പറഞ്ഞ കാറൂൻ فخرج على قومه في زينته وقال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم. ഇത് ഇന്ന് ആ കാറും പോയി. പക്ഷേ ഈ പുതിയ അമേരിക്ക വന്നപ്പോഴും നമ്മൾ അതന്നെ പറഞ്ഞു. അമേരിക്കയാണ് അമേരിക്കയുടേത്, അമേരിക്കയുടെ സംസ്കാരം അല്ലെങ്കിൽ പാശ്ചാത്യന്റെ സംസ്കാരമാണ് വലുതെന്ന് പറഞ്ഞവർ ചിന്തിക്കണം. فخرج على زينته فخرج على قومه في زينته. എല്ലാ ആഡംബരങ്ങളോടും കൂടെ തന്റെ ജനതയുടെ മുമ്പിലേക്ക് കാറൂൻ വന്നു. അപ്പോ ഭൗതിക ജീവിതത്തിന്റെ ആഡംബരങ്ങളെ ഉദ്ദേശിച്ചവൻ പറയാൻ തുടങ്ങി, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഖാറൂന് ലഭ്യമായതുപോലെ നമുക്കും കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നല്ലത്. പറഞ്ഞില്ലേ?
പറഞ്ഞില്ലേ? നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചോക്കെ. പറഞ്ഞില്ലേ, അമേരിക്കയുടേതല്ലേ ക്യാപിറ്റലിസം അല്ലേ രക്ഷ? ക്യാപിറ്റലിസത്തിലൂടെ തന്നെയല്ലേ രക്ഷപ്പെടാൻ പറ്റുമെന്നല്ലേ തോന്നിയത്? വിപണി പോലും അങ്ങനെ ആയില്ലേ? ഉസ്താദെ, നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെയൊക്കെ അല്ലാതെ രക്ഷപ്പെടാനാകോ? നമ്മുടെ ഈ പുതിയ വ്യവസായവും ബിസിനസ്സും രക്ഷപ്പെടണമെങ്കിൽ പെണ്ണുങ്ങളുടെ തുണി അഴിച്ചിട്ടാലല്ലാതെ പറ്റുമോ? ചോദിച്ചില്ലേ പലരും? നിരന്തരം നിലനിൽക്കണ്ടേ? ഇത് ഇവനെവിടെ നിലനിർത്തുമെന്ന് ശാശ്വതമാക്കുമെന്ന് അവൻ ചിന്തിച്ചു പോയി. യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മുഖദതു ലതി തത്തലിഉ അലൽ അഫ്ഇദ. എന്ത്? കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ, അത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. വമാ അദ്റാക മൽ ഹുതമ, എന്താണ് നബിയെ അങ്ങ് മനസ്സിലാക്കിയത് ഹുതമ എന്ന് പറഞ്ഞാൽ? എന്താണത്? വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്തലിഉ അലൽ അഫ്ഇദ. ഇവിടെ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ മറ്റൊരർത്ഥം നൽകുന്നുണ്ട്. ഹൃദയത്തെ പേടിപ്പിക്കുന്ന വിധത്തിൽ ഈ പണത്തിന്റെ പിന്നാലെ പോയിട്ടുണ്ടാകുന്ന ടെൻഷൻ അവന്റെ ഹൃദയത്തിലേക്ക് കത്തിച്ചെല്ലുന്ന ഒരു അഗ്നിജ്വാല പോലെയായി മാറുന്നു എന്നാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞു തരുന്നത്. നരകം അവന്റെ ഹൃദയത്തെ കത്തിക്കും പോലെ തന്നെ ഭൗതിക ജീവിതത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ സമ്പത്താണ് അവന്റെ വലിപ്പമെന്ന് മനസ്സിലാക്കി, സമ്പത്ത് തന്റെ പ്രശ്നങ്ങളുടെ പരിഹാരമാണെന്ന് മനസ്സിലാക്കി സമ്പത്തിന്റെ പിന്നാലെ പോയാൽ ഒടുക്കം അവന്റെ മനസ്സിന് പോലും സമാധാനം ലഭ്യമാകാതെ എപ്പോഴും കത്തുന്നൊരു അഗ്നികുണ്ഡം പോലെ അവന്റെ ഹൃദയമായി മാറുമെന്നാണ് മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ ഇതിന് മറ്റൊരു വ്യാഖ്യാനം നൽകിയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, ആലോചിച്ചു നോക്കുക. പുതിയ മുതലാളിത്ത സംവിധാനത്തിന്റെ പിന്നാലെ പോയി പണമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമെന്ന് കണ്ട് അതിന്റെ പിന്നിൽ മാത്രം ഉറച്ചു നിൽക്കുകയും തന്റെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്തവനെ ആലോചിക്കുക. നിനക്ക് സമ്മാനമായി അള്ളാഹു നൽകിയത് യഥാർത്ഥത്തിൽ ദാരിദ്ര്യവും അതോടൊപ്പം തന്നെ അനാവശ്യങ്ങളും അതോടൊപ്പം തന്നെ നിന്റെ മനസ്സിന്റെ വിഹ്വലതകളും അല്ലാതെ മറ്റെന്താണ്? വിശുദ്ധ ഖുർആൻ പറയുന്നു, പിശാച് നിനക്ക് അങ്ങനെ വാഗ്ദാനം ചെയ്യൂ. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. നിന്റെ സമ്പത്ത് നീ ആർക്കും കൊടുക്കരുതേ എന്ന് പറയും. ഭാര്യമാര് പറയും, പറ്റില്ല, ഇത് കൊടുക്കാൻ പാടില്ല, ഇത് കാലങ്ങളോളം തന്റെ ജീവിതത്തിൽ ഇരിക്കേണ്ടതാണെന്ന് ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഒരു പക്ഷേ ഭർത്താവ് ആലോചിക്കുമ്പോഴും ഭാര്യയുടെ കിടപ്പറ മന്ത്രങ്ങളിലൂടെ ഭർത്താവ് വശംവദനായി പോകുന്നു. റബ്ബിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അത് ചെലവഴിക്കാനുള്ള ആലോചനകളിൽ മാറ്റമുണ്ടാകുന്നു. നിനക്കെപ്പോഴും ദാരിദ്ര്യമാണ് പിശാച് നൽകുന്നത്. എന്നാൽ നിന്റെ സമ്പത്ത് കൊണ്ട് നീ വേശ്യാലയങ്ങളിലേക്ക് പോകുന്നതോ നിന്റെ ജീവിതത്തിന്റെ അധാർമിക മാർഗങ്ങളിലേക്ക് പോകുന്നതോ സദാചാര മൂല്യങ്ങളെ പറിച്ചെറിഞ്ഞ ജീവിതമോ അത് പിശാച് നിനക്കിങ്ങനെ ഉപദേശിച്ചു തരുകയും ആ കൽപ്പനക്ക് വശംവദനായി നീ ജീവിക്കുകയും ചെയ്യും. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവനോ? അള്ളാഹു പറയുന്നു, വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് നിനക്ക് അല്ലാഹു അവന്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനമാണ്. വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച പ്രിയപ്പെട്ട സഹോദര, ആലോചിക്കുക. അല്ലാഹു നൽകാൻ വാഗ്ദാനം ചെയ്യുന്നത് മഗ്ഫിറത്താണ്. മാത്രല്ല ഔദാര്യം കൂട്ടിക്കൊണ്ടേയിരിക്കും. വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹുവിന്റെ ഖജനാവാണ് വലുത്, റബ്ബിന്റെ ഖജനാവാണ് വലുത്. യുത്തിൽ ഹിക്മത മൻ യശാ. ഇത് തോന്നിപ്പിക്കണമെങ്കിൽ ഒരു ഹിക്മത്ത് വേണം. ആ ഹിക്മത്ത് അല്ലാഹു അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമേ നൽകൂ. ആർക്കെങ്കിലും അല്ലാഹു ഈ ഹിക്മത്ത് നൽകിയാൽ അവൻ അല്ലാഹു ഖൈർ നൽകും. സമ്പത്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? സമ്പത്ത് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹൃതമാകില്ല. സമ്പന്നനാണെങ്കിലും കുടുംബം നന്നായി കൊള്ളണമെന്നില്ല. സമ്പന്നനാണെങ്കിലും ഭാര്യ നന്നായി കൊള്ളണമെന്നില്ല. സമ്പന്നനാണെങ്കിലും പ്രശ്നങ്ങൾ പരിഹൃതമായി കൊള്ളണമെന്നില്ല. സമ്പന്നൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലോ അള്ളാഹു അവന് ഫദ്ല് കൂട്ടിക്കൊടുക്കും, അള്ളാഹു അവന് ഹിക്മത്ത് കൂട്ടിക്കൊടുക്കും. അതുവഴി അവൻ ഒരുപാട് ഖൈറായ കസീറായ ഒരുപാട് ഖൈറുകൾ ഉണ്ടാവുകയും ചെയ്യും. മക്കള് നന്നാവും, കുടുംബം നന്നാവും, ജീവിതത്തിന്റെ ഭദ്രതയുണ്ടാകും.
സമ്പത്ത് കൊണ്ടുണ്ടായി തീരുന്ന മാനസിക പ്രശ്നങ്ങളില്ലാതെ സമ്പത്ത് ശാന്തിയായി മാറുകയും ചെയ്യും. യുക്തിൽ ഹിക്മത മൻ യശാ വമൻ യുക്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. ഇനിയും പറയുന്നു വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചവന്റെ അവസ്ഥ, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. സൂറത്തുൽ ബഖറ 201. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചവരുടെ ഉദാഹരണം, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചവരുടെ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യം പോലെയാണ്. ആ ധാന്യം നട്ടു, പിന്നെ അംബതത് സബ്അ സനാബിൽ, പിന്നെ അത് 7 കതിരായി മുളച്ചു വന്നു. ഒരു ധാന്യമേ നട്ടിരുന്നുള്ളൂ, 100 രൂപയെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ആ 100 രൂപ പിന്നെ 700 രൂപയായി മാറുന്നു, 7 കതിരുകളായി മാറുന്നു. എന്നിട്ടോ ഓരോ കതിരുകളിലും ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും പിന്നെ 100 കതിരുകൾ, 100 ധാന്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. 100 ഹബ്ബത്തുകൾ, 7 കതിരുകൾ, പിന്നെ ഓരോ 7ലും പിന്നെ 100 ഹബ്ബത്തുകൾ ഉണ്ടാകുന്നു, 100 ധാന്യങ്ങൾ. അപ്പോ 700 പിന്നെ അതിന്റെ ഇരട്ടിയല്ല, 100 ഇരട്ടിയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. യുളാഇഫു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇത് കൊടുത്തിട്ട് അല്ലാഹു അധികരിപ്പിക്കും. സമ്പത്ത് കൊടുത്തിട്ട് അധികരിപ്പിക്കും, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചിട്ട് അധികരിപ്പിക്കും. യുളാഇഫു, അല്ലാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കും. റബ്ബിന്റെ മാർഗ്ഗത്തിൽ അല്ലാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വാസിഉൻ അലീമാണ്. അല്ലാഹു വിശാലമായി ചെയ്യുന്നവനും അതോടൊപ്പം തന്നെ അവൻ കാര്യങ്ങളെ അറിയുന്നവനുമാകുന്നു, അലീമാണ്. സക്കാത്ത് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ശുദ്ധീകരണമാണ്, ശുദ്ധീകരണവും വളർച്ചയുമാണത്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ടാകുന്ന വളർച്ച, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ടാകുന്ന വളർച്ച പടച്ചോന് വേണ്ടി കൊടുക്കുക, നമുക്ക് വേണ്ടി കൊടുക്കലല്ല. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അല്ലാഹുവിന് വേണ്ടി, അവന്റെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കുക. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ നിനക്ക് ആവുന്നില്ല എങ്കിൽ അല്പം നല്ല വർത്തമാനം പറഞ്ഞിട്ടെങ്കിലും ആ സഹോദരനെ, വരുന്ന സഹോദരനെ ആശ്വസിപ്പിക്കുക, അല്ലാതെ അവനെതിരെ അനാവശ്യങ്ങൾ പറയരുത്. ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കൊടുത്തിട്ട് പിന്നെ അതിന്റെ പിന്നാലെ നടക്കരുത്. ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. നല്ല വർത്തമാനം പറയൽ, അതോടൊപ്പം തന്നെ വന്നവന് പുറത്തു കൊടുക്കൽ. അവൻ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട, അവന് പുറത്തു കൊടുക്കൽ. ഖൈറും മിൻ സദഖത്തിൻ, അത് സദഖയേക്കാൾ ഖൈറായതാണ്. എങ്ങനത്തെ സദഖ? യത്ബഉഹാ അദാ, അതിന്റെ പിന്നാലെ നടന്നിട്ട് പിന്നെ ഉപദ്രവമുണ്ടാക്കുന്ന സദഖയേക്കാൾ നല്ലതാണ്. ഞാൻ ഉണ്ടായില്ലെങ്കിൽ നീ വെള്ളം കുടിച്ചു പോകുന്നതാണെന്ന് ചോദിക്കുന്ന ചോദ്യം, ഞാനില്ലായിരുന്നുവെങ്കിൽ നീ എങ്ങനെ ജീവിക്കുമായിരുന്നടാ എന്ന് ചോദിക്കുന്ന ചോദ്യം, അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ചോദ്യം. അങ്ങനൊന്ന് പറയാൻ അല്ലാഹു നമുക്ക് അവസരം തരാതിരിക്കട്ടെ. ഖൗലുൻ മഅറൂഫുൻ, നല്ല വർത്തമാനം, വമഗ്ഫിറത്തുൻ, അതോടൊപ്പം തന്നെ തന്റെ സഹോദരനെ പുറത്തു കൊടുക്കലും. ഖൈറും മിൻ സദഖത്തിൻ, അത് സദഖയേക്കാൾ നല്ലതാണ്. യത്ബഉഹാ അദാ, അതിന്റെ പിന്നാലെ വരുന്ന ഉപദ്രവത്തിന്റെ സ്വഭാവമുള്ള സദഖ. അങ്ങനെ സദഖ ചെയ്യാതിരിക്കലാണ് നല്ലത്, അങ്ങനെ സദഖ ചെയ്യാതിരിക്കലാണ് നല്ലത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ സലാസത്തുൻ ലാ യുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ. 3 വിഭാഗം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നോക്കില്ല ഖിയാമത്ത് നാളിൽ. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂല. ലാ യുകല്ലിമുഹുമുല്ലാഹു, അല്ലാഹു അവരോട് സംസാരിക്കുകയുമില്ല. വലാ യുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയുമില്ല, അവരെ കുറിച്ച് നല്ലതൊന്നും പറയില്ല പടച്ചോൻ. ആരാന്നോ അവർ? വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ആരാണത്?
അൽ മന്നാനു ബിമാ അഅതാ. ശരിക്കും ശ്രദ്ധിച്ചോളൂ. അൽ മന്നാനു ബിമാ അഅതാ, കൊടുത്തിട്ട് അത് വലിയ വലിപ്പം പറഞ്ഞു നടക്കുന്നവൻ, കൊടുത്തിട്ട് അതിനെ കുറിച്ച് മന്നാൻ, അങ്ങനെ ഞാൻ കൊടുത്തു എന്ന് വലിയ വർത്തമാനം പറഞ്ഞു നടക്കുന്നവൻ. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. തന്നതൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് തൃപ്തികരമാക്കി തീർക്കുമാറാകട്ടെ. നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ടത് അവിടെ ഡിപ്പോസിറ്റാണ്, അവിടെ ഡിപ്പോസിറ്റാണ്. എവിടെ? അള്ളാഹുവിന്റെ അടുക്കൽ ഡിപ്പോസിറ്റാണ്. ആ നിക്ഷേപമാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കലുള്ള നിക്ഷേപമാണ് വിജയത്തിന്റെ നിക്ഷേപം. അവിടെ തന്നെയാണ്. ആ ബാങ്ക് പൊളിയൂല. അമേരിക്കൻ ബാങ്കുകൾ പൊളിഞ്ഞാലും ഇന്ത്യയിലെ ബാങ്ക് പൊളിഞ്ഞാലും അള്ളാഹുവിന്റെ അടുക്കലുള്ള ബാങ്ക് പൊളിയൂല. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹബ്ബത്തിന് 7 കതിരിൽ 100 ഹബ്ബത്ത് വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിപ്പിച്ചു തരും. ഇവിടെ കൊടുത്തതിന് 100 ലക്ഷവും പിന്നെ 700 അങ്ങനെ അങ്ങ് കൂടി വരുന്ന ഇരട്ടിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. ഇവിടെ കൊടുത്താൽ, എവിടെ കൊടുത്താൽ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ. അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കൽ. അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 3 വിഭാഗം ആളുകളുടെ നേരെ അള്ളാഹു സംസാരിക്കുകയോ നോക്കുകയോ ഇല്ല. ഇന്നല്ലാഹ സലാസത്തുൻ ലാ യുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗം ആളുകളുടെ നേരെ സംസാരിക്കില്ല. വലാ യൻദുറു ഇലൈഹിം, അല്ലാഹു അവരോട് നോക്കുകയില്ല. അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം ആവശ്യമായ മഹ്ശറയിൽ, അവന്റെ കരുണയുടെ നോട്ടം ആവശ്യമായ മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ ഒരു നോട്ടം പോലും നോക്കാത്ത ഒരവസ്ഥ. ആരാണവർ? ഒന്ന് അൽ മന്നാനു ബിമാ അഅതാ, കൊടുത്തതിനെ കുറിച്ച് വലിയ വർത്തമാനം പറഞ്ഞു നടക്കുന്നവൻ എന്ന്. വൽ മുസ്ബിലു ഇസാറ, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. വൽ മുസ്ബിലു ഇസാറ, വൽ മുസ്ബിലു ഇസാറ, തന്റെ വസ്ത്രം താഴെയിട്ട് വലിച്ചിഴക്കുന്നവൻ, അടിവസ്ത്രത്തെ താഴെയിട്ട് വലിച്ചിഴക്കുന്നവൻ. ശരിക്കും ശ്രദ്ധിച്ചോളൂ. വൽ മുസ്ബിലു ഇസാറ, അടിവസ്ത്രത്തെ താഴെയിട്ട് വലിച്ചിഴക്കുന്നവൻ. ജീൻസ് ഇട്ടിട്ട് അതിങ്ങനെ റോട്ടിലെ മുഴുവൻ ചെളിയെയും വാരി മസ്ജിദുകളിലേക്ക് കയറുന്നവൻ. വലിയ സാമൂഹിക രാഷ്ട്രീയ പ്രധാനമുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കും, പള്ളിയുടെ പ്രസിഡന്റാകും. പക്ഷേ ഈ തുണി താഴോട്ട് പോയിട്ടത് റോട്ടിലെ മാലിന്യങ്ങളെ മുഴുവനും വലിക്കുന്ന വിധത്തിൽ ഈ അടിവസ്ത്രം താഴെയിട്ട് വലിക്കുന്നവൻ അൽ മുസ്ബിലു ഇസാറ. ഇനി മറ്റൊരാള് അൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്, കള്ള സത്യം പറഞ്ഞിട്ട് ചരക്ക് വിൽക്കാൻ നടക്കുന്നവൻ. കച്ചവടക്കാരൻ, നല്ല കച്ചവടക്കാരൻ സ്വാദിഖാണെന്ന്, നല്ല കച്ചവടക്കാരൻ അമീനാണെന്ന്, നല്ല കച്ചവടക്കാരൻ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, സച്ചരിതരായ പ്രവാചകവര്യന്മാരുടെയും അല്ലാഹുവിന്റെ ദീനിന്റെ ഉദ്ധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്ത ശുഹദാക്കളുടെയും സൽക്കർമ്മചാരികളായ ആളുകളുടെയും കൂടെയാണെന്ന് മുഹമ്മദുർ റസൂൽ. അത്താജിറു സ്വദൂഖുൽ അമീൻ, ശരിയായ സുദ്ദീഖായ സത്യം പറയുന്നവനായ താജിർ, കച്ചവടക്കാരൻ. കാരണം അഷ്റഫുൽ ഖൽഖ് കച്ചവടക്കാരനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടം ഒരു നല്ല കാര്യമാണ്, പക്ഷേ അത് അമീനായിരിക്കണം. അവൻ കച്ചവടക്കാരൻ വിശ്വസ്തനാകണം. അങ്ങനെ വിശ്വസ്തനായാൽ കച്ചവടക്കാര അള്ളാഹുവിന്റെ റസൂൽ നൽകുന്ന വാഗ്ദാനമാണ് മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവൻ, ആ കച്ചവടക്കാരൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാരുടെ കൂടെ, സുദ്ദീഖുകളുടെ കൂടെ, അല്ലാഹുവിന്റെ ദീനിന്റെ ഉദ്ധാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഷഹീദായ ശുഹദാക്കളുടെ കൂടെ, അള്ളാഹുവിന്റെ ദീനിൽ സച്ചരിതമായി ജീവിച്ച സച്ചരിതരായ സുലഹാഇന്റെ കൂടെ, ഇവരുടെ കൂടെ നാളെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂൽ. ഇവരുടെ കൂടെ നാളെ സ്വർഗത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മറ്റൊരു കച്ചവടക്കാരനുണ്ട്. അവൻ എന്താണെന്നോ? അവൻ അൽ മുൻഫിഖു സിൽഅതഹു, അവന്റെ കച്ചവട സ്വത്തുക്കൾ അവൻ ചെലവഴിക്കുന്നു. എങ്ങനെ ചെലവഴിക്കുന്നു? ബിൽ ഹൽഫിൽ കാദിബി, വെറുതെ നുണ പറഞ്ഞിട്ട് ചെലവഴിക്കുന്നു, നുണ പറഞ്ഞിട്ട് ചെലവഴിക്കുന്നു.
ഇത് ഉഷാറ് സാധന എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയി തുറന്നു നോക്കുമ്പോൾ തന്നെ അത് തീരും. അള്ളാണൊക്കെ പോത്താണെന്ന് പറഞ്ഞ് ഇറച്ചി വെക്കുന്നവൻ മുതൽ അള്ളാണൊക്കെ പോത്താണെന്നായിരിക്കും പറയാം അല്ലെ. ഇക്ക പോത്താണ്, കാരണം ഇത് പോത്തല്ല എന്ന് ഇക്കാക്ക് മനസ്സിലായിട്ടില്ല, അങ്ങനെ ഇക്ക പോത്താണെന്നായിരിക്കാം. പക്ഷെ എന്തായാലും അങ്ങനെ നുണ പറഞ്ഞിട്ട് വിൽക്കുന്നവൻ, ആ വിൽക്കുന്നവന്റെ നേരെ അള്ളാഹു നോക്കൂല. തന്റെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ട് പിന്നെ ആ ചെലവഴിച്ച സമ്പത്തിനെ കുറിച്ച് പറഞ്ഞു നടക്കുന്നവൻ, അവന്റെ നേരെ അള്ളാഹു നോക്കൂല. തന്റെ വസ്ത്രം, അടിവസ്ത്രത്തെ നിരത്തിലൂടെ വലിച്ചു നടക്കുന്നവൻ, അങ്ങനെയുള്ളവന്റെ നേരെയും അള്ളാഹു നോക്കൂല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തുലൂ സദഖാതികും ബിൽ മന്നി വല്ലദാ. ഏ സത്യവിശ്വാസികളെ, നിങ്ങളുടെ സദഖകളെ, നിങ്ങൾ ചെയ്ത സമ്പത്തിന്റെ ഈ ഐച്ഛികമോ അല്ലെങ്കിൽ നിർബന്ധമോ ആയ ദാനത്തെ, സദഖാത്ത് ഐച്ഛികമായ ദാനം എന്ന് പറഞ്ഞ സുന്നത്തായ ദാനം, എന്നാൽ ഐച്ഛികമല്ലാത്ത നിർബന്ധമായ ദാനമായാലും ആ ദാനത്തെ, നിങ്ങൾ അതിനെ ബാത്തിലാക്കി കളയരുത്. ബിൽ മന്നി വല്ലദ, ഉപദ്രവങ്ങൾ ഉള്ള വർത്തമാനങ്ങൾ പറഞ്ഞിട്ടും, അതിനെക്കുറിച്ച് വലിയ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടും, മഞ്ഞ് പറഞ്ഞിട്ട്, ഗുണമെടുത്ത് പറഞ്ഞിട്ട്, ലാ തംനുൻ തസ്തക്തിർ, നീ ഇങ്ങനെ വല്ലാതെ മഞ്ഞ് പറയണ്ട, വല്ലാതെ ഇത് ഞാൻ തന്ന കാശല്ലടാ എന്ന് പറഞ്ഞിട്ട് അവന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യണ്ട. എല്ലാവർക്കും ഉണ്ട് അഭിമാനം, അഭിമാനത്തെക്കാൾ വലുതല്ല ഒന്നും. അഭിമാനത്തെ ചോദ്യം ചെയ്യണ്ട. അങ്ങനെ നീ അതിന്റെ പിന്നാലെ അധികരിപ്പിച്ച് നടക്കുകയും വേണ്ട. നിന്റെ സ്വതക്ക നീ ബാത്തിലാക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തുലൂ സ്വദഖാതികും, നിങ്ങളുടെ സ്വതക്ക, നിങ്ങളുടെ സക്കാത്തായാലും നിങ്ങളുടെ ഐച്ഛികമായ സുന്നത്തായ സ്വതക്കകളായാലും അത് നിങ്ങൾ ബാത്തിലാക്കരുത്. ബിൽ മന്നി വൽ അദാ, ഗുണമെടുത്തു പറഞ്ഞിട്ടും ഉപദ്രവിച്ചിട്ടും നിങ്ങൾ ബാത്തിലാക്കരുത്. കാരണം അവൻ ഒരർത്ഥത്തിൽ സത്യത്തിൽ പാറക്കല്ലുകളിൽ മഴ ചെന്നിട്ട് ആ പാറക്കല്ലുകൾക്ക് മഴയുടേതായ ഒരു പ്രതിഫലം ലഭ്യമാകാത്ത പോലെ അവന്റെ മനസ്സിലേക്ക് ഈ സദഖയുടെ പ്രതിഫലമായി അവന്റെ മനസ്സിന്റെ ശാന്തതയുടെ ഹിക്മത്ത് ലഭ്യമാകുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസി, ജനങ്ങളെ കാട്ടാൻ വേണ്ടി അവൻ സമ്പത്തിനെ ചെലവഴിക്കുന്നു. വലാ യുഅ്മിനു ബില്ലാഹ്, അവൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിലും വിശ്വസിക്കുന്നില്ല. അവന്റെ ഉദാഹരണം ഫമസലുഹു കമസലി സഫ്വാനിൻ, ചില പാറക്കല്ലുകൾ പോലെയാണ്. ആ പാറക്കല്ലുകളിൽ മഴ പെയ്യുന്നു, പക്ഷേ ആ മഴയുടേതായ ഒരു പ്രതിഫലവും അതിന്റെ പ്രതിഫലനവും ലഭ്യമാകാതെ പോകുന്ന പാറക്കല്ലുകൾ, വെള്ളാരങ്കല്ല് പോലത്തത്, അത് കൃഷിയെ മുളപ്പിക്കുന്നില്ല, അതിൽ യാതൊരർത്ഥത്തിലും ഗുണകരമായതൊന്നും ഉണ്ടാകുന്നില്ല. ജനങ്ങളെ കാട്ടൽ മാത്രമായിരുന്നു അവന്റെ ഉദ്ദേശം. അങ്ങനെ സമ്പത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ട് ഈ വിശ്വാസത്തെ, റബ്ബിനോടുള്ള വിശ്വാസത്തെയോ നാളെ ആഖിറത്തെ കുറിച്ചുള്ള വിശ്വാസത്തെയോ പുലർത്താത്തവൻ. അപ്പൊ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ രണ്ടർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. ചെലവഴിക്കുക എന്നതുകൊണ്ട് അള്ളാഹു നൽകുന്നത് വലിയ ഗുണങ്ങളാണ്. എന്നാൽ ആ ചെലവഴിക്കൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. അതെല്ലാ ചെലവഴിക്കലിന്റെയും വിഷയമാണ്. ഇതിപ്പോ ഈ ആളുകളുടെ പ്രത്യേകത എപ്പോഴും ആളുകളെ കാട്ടണമെന്നാണ്. കാട്ടുന്നത് ചിലപ്പോൾ നല്ലതാണ്, പക്ഷെ കാട്ടുന്നതിനേക്കാൾ നല്ലത് കാട്ടാതെ കൊടുക്കലാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറയിൽ 7 പേർക്ക് തണൽ കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ ഇതാണ്: അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അവന്റെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ കൊടുക്കുന്ന ഒരവസ്ഥയുള്ളവനാണെന്ന് മുഹമ്മദ് റസൂൽ. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രക്ക് രഹസ്യമായിട്ട് പടച്ച റബ്ബിനെ മാത്രം പാലിച്ചിട്ട് അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം കാക്ഷിച്ചിട്ട് കൊടുക്കുന്നവൻ. അങ്ങനെ കൊടുക്കാതെ ചിലപ്പോ കൊടുക്കുക എന്നുള്ളത് ആളുകളുടെ മുമ്പിൽ ആവശ്യമായൊരു മാതൃകയാണെങ്കിലോ, വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത് ഇൻ തുബ്ദു സ്വദഖാതി ഫനിഅമ്മാഹി വഇൻ തുഖ്ഫൂഹാ വതുഅൽ ഫുഖറാ ഫഹുവ ഖൈറുൽ ലക്കും. നിങ്ങളത് വെളിവാക്കി കൊടുത്താൽ കുഴപ്പമില്ല. ഫനിഅമ്മാഹി, ആ പ്രയോഗം നല്ല രസാ. ഫനിഅമ്മ നല്ലതാണ്, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ അതിന്. ഫനിഅമ്മാഹി, അത് നന്നായിട്ടുണ്ട്. നിങ്ങൾ ആളുകളെ കാട്ടിക്കൊടുത്തില്ലേ? ഇൻ തുബ്ദൂഹാ ഇൻ തുബ്ദു സ്വദഖാതി, ഈ സ്വദഖകളെ നിങ്ങൾ ആള് കാണുന്ന വിധം വെളിവായിട്ട് കൊടുത്തില്ലേ? ഫനിഅമ്മാഹിയ, നന്നായിട്ടുണ്ട് അത്.
പക്ഷേ നിങ്ങൾ ആ സദഖയെ മറച്ചു വെക്കുകയും അത് പാവപ്പെട്ട ദരിദ്രന് കൊടുക്കുകയും ചെയ്താൽ ഫഹുവ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഖൈർ. വയുകഫിർ അൻകും മിൻ സയ്യിആതികും, നിങ്ങളുടെ സയ്യിആത്തുകൾ, നിങ്ങളുടെ തിന്മകളെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുകയും ചെയ്യും. ഏതുവഴി? നിങ്ങൾ ആളറിയാതെ കൊടുത്താൽ, നിങ്ങൾ ആരും അറിയാതെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ, അതിനെക്കുറിച്ച് ആരോടും പറയാതിരുന്നാൽ നിങ്ങളുടെ സയ്യിആത്തുകൾ അല്ലാഹു നിങ്ങൾക്ക് മാപ്പാക്കി തരും. യുകഫിർ അൻകും മിൻ സയ്യിആതികും, നിങ്ങളുടെ സയ്യിആത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് കാര്യമായി അറിയുന്നവരാണ്. നിങ്ങൾ എന്തിനാണ് പിന്നെ ഫോട്ടോ എടുക്കുന്നത്? പക്ഷെ ചില മാതൃകകൾ സൃഷ്ടിക്കാൻ വേണ്ടിയാവാം, ചില മാതൃകകളെ സൃഷ്ടിക്കാൻ വേണ്ടിയാകാം. അല്ലാത്തൊരവസ്ഥയിൽ അള്ളാഹുവിന്റെ തൃപ്തിയെ കാക്ഷിക്കാത്ത സ്വഭാവത്തിലാണെങ്കിൽ അവിടെയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവന്റെ നേരെ അള്ളാഹു നാളെ മഹ്ശറയിൽ തിരിഞ്ഞു നോക്കില്ലെന്ന് ഹബീബായ റസൂൽ. അള്ളാഹു നമ്മുടെ സദഖകളെ അല്ലാഹു സ്വീകരിക്കട്ടെ, നമ്മുടെ സദഖകളെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ കാശ് നമ്മൾ ദീനിനു വേണ്ടി, ദീൻ ആഗ്രഹിച്ച മാർഗത്തിൽ ചെലവഴിച്ചു, എന്നിട്ട് അത് വിഫലമായി പോവുകയും അത് വിപരീത ഫലമുണ്ടാക്കുകയും ചെയ്യുന്നത് വലിയ നാശമാണ്. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അത് വല്ലാത്ത പരാജയം. അതുണ്ടാക്കാതിരിക്കാൻ അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കട്ടെ. ഇത് അള്ളാഹുവിന്റെ വജ്ഹിനായി, അള്ളാഹുവിന്റെ പ്രീതിക്കായി കാക്ഷിച്ചു കൊടുക്കട്ടെ. അപ്പോൾ സദഖ കൊടുക്കുക എന്ന് പറഞ്ഞതിന്റെ രീതി ഇതാണ്. ഇനി എന്നാൽ സക്കാത്ത് എന്ന് പറയുന്നത്, സക്കാത്ത് എന്നതിന്റെ അർത്ഥം തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ അത് ശുദ്ധീകരണമാണ്, സമ്പത്തിന്റെ ശുദ്ധീകരണം. അത് യഥാർത്ഥത്തിൽ മുതലാളിയുടെ ഭാഗത്ത് നിന്ന് തൊഴിലാളിക്കോ ദരിദ്രനോ കിട്ടപ്പെടുന്നതായ ഔദാര്യമേ അല്ല, മറിച്ച് അത് സമ്പന്നനായ നിശ്ചിത സക്കാത്ത് കൊടുക്കാനാകുന്ന തുകയാകുന്ന നിസാബിനെ എത്തിച്ചവൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവന് നിർബന്ധമായി തീരുന്നതാണ് സക്കാത്ത്. സക്കാത്ത് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ മനസ്സിലാക്കിയത് അതൊരു ചക്കാത്താണെന്ന്. അതെങ്ങനെ? അതൊരു ഔദാര്യം പോലെ കൊടുക്കലാണെന്ന്. അല്ല, സക്കാത്തിന്റെ നിസാബിനെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. സക്കാത്ത് നിർബന്ധമാകുന്ന അർത്ഥത്തിലുള്ള തുകയെ ഒരാൾ എത്തിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ തുക എത്തിച്ചതിനു ശേഷം സക്കാത്ത് കൊടുക്കാതിരിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവന് കേടായി വരികയും ആ തുക നിശ്ചിതമായി കൊടുക്കേണ്ടി വരുന്ന സക്കാത്തിന്റെ വിഹിതം അത് അവന്റേതല്ലാത്തതാണെന്നാണ് പണ്ഡിത മതം, കർമ്മശാസ്ത്ര മതം. അത് അവന്റെ അല്ല. നിങ്ങൾ വിചാരിക്കേണ്ട അതെന്റെ ആണെന്ന്. അല്ല, അത് പാവപ്പെട്ടവനാണ്, അർഹരുടേതാണ്. പാവപ്പെട്ടവരുടെ ഞാൻ പറയില്ല, അർഹരുടേതാണ്. ആരൊക്കെയാണോ ഇൻഷാ അല്ലാഹ് ഞാൻ ചർച്ച ചെയ്യാം, ആരൊക്കെയാണോ സക്കാത്തിന് അർഹരായിട്ടുള്ളത് അവരുടേതാണ്. നിന്റെ അല്ല, നമ്മുടെ അല്ല. അത് കയ്യിൽ വെച്ചിട്ട്, ഉദാഹരണത്തിന് 10,000 രൂപ നിക്ഷേപമായി ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ആ നിക്ഷേപ സ്വത്ത് ഒരു വർഷം, ഒരു മുഹറം 1 മുതൽ അടുത്ത മുഹറം 1 വരെ എത്തുമ്പോഴേക്കും ഒരു നിക്ഷേപ വസ്തുവായി നിലനിൽക്കുന്നുവെങ്കിൽ അതിലെ 2.5% 250 രൂപ ഒരാൾ ചെയ്യുന്നത്, ആ 250 രൂപ സക്കാത്തായി കൊടുക്കുമ്പോൾ 250 രൂപ അയാൾ കൊടുക്കാതിരിക്കുകയും ആ 250 രൂപ കൊണ്ട് അയാൾ കച്ചവടം ചെയ്യുകയും ചെയ്താൽ ആ കച്ചവടം ഫാസിദാണ്. ആ കച്ചവടം കർമ്മശാസ്ത്ര രീത്യാ സ്വഹീഹ് അല്ല. ആ കച്ചവടം കൊണ്ട് സ്വഹീഹായ കച്ചവടം ചെയ്യാൻ അവന് കഴിയില്ല. ഒരിക്കലും സമ്പത്ത് സക്കാത്ത് കൊടുക്കുന്നവന്റെ ഔദാര്യമേ അല്ല, മറിച്ചത് അവന് നിർബന്ധമായും അനിവാര്യമായുള്ള ബാധ്യതയാണ്. ആ ബാധ്യതയാണ് നിറവേറ്റുക. കാരണം അത് അവന്റെ സമ്പത്തിന്റെ ശുദ്ധീകരണമാണ്. വിശുദ്ധ ഖുർആൻ ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൻ ലഹും വല്ലാഹു സമീഉൻ അലീം. ഖുദ് മിൻ അംവാലിഹിം സദഖ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സദഖയെ കുറിച്ച്, അതായത് ഇവിടെ നിർബന്ധമായ സക്കാത്തിനെ കുറിച്ച് പറയുന്നു.
മദീനയിൽ വന്നിട്ടാണ് റസൂലുള്ളാഹിക്ക് സക്കാത്ത് നിർബന്ധാക്കുന്നത്. മക്ക കാലത്തല്ല, ഹിജ്റക്ക് ശേഷമാണ് സക്കാത്ത് നിർബന്ധമായത്. ഖുദ് മിൻ അംവാലിഹിം, നിങ്ങൾ ജനങ്ങളിൽ നിന്ന് നബിയെ അങ്ങ് പിടിച്ചെടുക്കുക, സ്വദഖത്തൻ, അവരുടെ സക്കാത്തിനെ. ആ സക്കാത്ത് എന്ത് ചെയ്യുന്നുവെന്നോ, തുതഹിറുഹും, ആ സക്കാത്ത് അവരെ ശുദ്ധീകരിക്കും. അപ്പൊ ഇത് അഴുക്കാണ്, സമ്പത്തിന്റെ അഴുക്കാണ്. തുതഹിറുഹും, അത് അവരെ ശുദ്ധീകരിക്കുകയും വതുസക്കീഹിം ബിഹാ, ഖുദ് മിൻ അംവാലിഹിം, നബിയെ അങ്ങ് അവരിൽ നിന്ന്, അവരുടെ മുതലിൽ നിന്ന് സ്വതക്കയെ പിരിച്ചെടുക്കുക. തുതഹിറുഹും, അങ്ങ് തന്നെ അവരെ ശുദ്ധീകരിക്കുന്നവനായ നിലക്ക്. വതുസക്കീഹിം ബിഹാ, ഈ സക്കാത്ത് കൊണ്ട് അവരങ്ങേ ആത്മസംസ്കരണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നവനായ നിലക്ക്. ആത്മാവിന്റെ സംസ്കരണം, തസ്കിയത്ത് ഉണ്ടാകുന്നു, തത്ഹീർ ഉണ്ടാകുന്നു, ശുദ്ധീകരണം ഉണ്ടാകുന്നു. സക്കാത്ത് വളർച്ചയാണ്, സക്കാത്ത് ശുദ്ധിയാണ്. സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം നൽകുന്നതും അതാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമാ, വളർച്ചയാണ്. സക്കാത്ത് തത്ഹീറാണ്, ശുദ്ധീകരണമാണ്. സക്കാത്ത് ഇല്ലാത്തവന് ശുദ്ധിയില്ല എന്നർത്ഥം. സക്കാത്ത് കൊടുക്കാത്തവന് ശുദ്ധിയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, തുതഹിറുഹും, നബിയെ അങ്ങ് അവരെ ശുദ്ധീകരിക്കുന്നവനായ നിലക്ക്. അവരുടെ സമ്പത്ത് അങ്ങ് വാങ്ങുമ്പോ അങ്ങ് അവരെ ശുദ്ധീകരിക്കുകയാണ്. വതുസക്കീഹിം ബിഹാ, ആ സക്കാത്തിന്റെ സമ്പത്ത് കൊണ്ട് അവരെ ആത്മസംസ്കരണത്തിന് വിധേയമാക്കുകയും ചെയ്യുകയാണ്. ഇതൊരു ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഇമാം എന്ന നിലയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിരിച്ചെടുക്കാനും അതുവഴി അവരെ സംസ്കരിക്കാനും അതുവഴി അവർ അങ്ങക്ക് നൽകിയ സമ്പത്തിന് ശേഷം ഇസ്ലാമിക് ഗവൺമെന്റിന് വേണ്ടി അടക്കപ്പെട്ട സക്കാത്തിന്റെ വിഹിതത്തിന് അങ്ങ് അവർക്ക് വേണ്ടി ദുആർക്കുക. വസല്ലി അലൈഹിം, നബി അങ്ങ് അവർക്ക് മേൽ ദുആ ചെയ്യുക. കാരണം അങ്ങയുടെ ദുആ, ഇന്ന സ്വലാത്തക സകനുൻ ലഹും, അവർക്കതൊരു ശാന്തിയാണ്. നിങ്ങൾ ദുആർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു സമീഉൻ അലീമാണ്. അപ്പോൾ സക്കാത്ത് ശുദ്ധീകരണം മാത്രല്ല, സക്കാത്ത് ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ആയാൽ അവന്റെ ലക്ഷണം സക്കാത്ത് കൊടുക്കലും കൂടിയാണ്. മുസ്ലിം ആകുമ്പോ അവൻ ലക്ഷണം സക്കാത്ത് കൊടുക്കലാണ്. ഫഇൻ താബൂ വഅഖാമുസ്സലാ വആതൗസ്സകാ ഫഖല്ലൂ സബീലഹും, മുശ്രിക്കീങ്ങൾ അവരുമായുള്ള യുദ്ധത്തിന്റെ സമയത്ത് നിന്ന് ഫൈൻ താബു, അവർ തൗബ ചെയ്താൽ അതിന്റെ ലക്ഷണമായി നിൽക്കുന്നത് അഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുകയും